ഹായ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ആകെ കൂടി ഒരു തിരക്ക് പിടിച്ച ദിവസമാണ്. വേറെ ഒന്നല്ല, നമുക്കൊന്ന് രണ്ട് സ്ഥലത്ത് പോകാണ്ട്. രാവിലെ തന്നെ നല്ല പണി കിട്ടി. ടാങ്കിൽ വെള്ളമില്ലായിരുന്നു. മോട്ടർ ഇട്ടപ്പോഴത്തേക്കും നമ്മുടെ ടാങ്കിലേക്ക് കയറുന്ന പൈപ്പ് മുറിഞ്ഞിട്ടാണ് കിടക്കുന്നുണ്ടായിരുന്നത്. അപ്പം അത് അച്ഛൻ നേരാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കൂടുതലൊന്നും പറയാനില്ല, വേഗം തന്നെ പോയി നമുക്ക് പണികളൊക്കെ തീർത്ത് റെഡിയായിട്ട് നമുക്ക് ഒന്നിച്ചൊരു സ്ഥലത്ത് പോവാം. അമ്പോ മിടുക്കനായിട്ട് അമ്പോ സൂപ്പർ. യെല്ലോ സ്പോട്സ് അല്ലേ, റെഡ് മഷ്റൂമിലെല്ലോ. മഴയായതുകൊണ്ട് കിണറ്റിൽ വെള്ളം കുറച്ച് മോശമാണ്. അപ്പോൾ അച്ഛൻ ഞങ്ങളെ ഹെൽപ്പ് ചെയ്യാണ് കേട്ടോ. അടുത്ത വീട്ടിൽ നിന്ന് വെള്ളം കൊണ്ടുവരാൻ, കുക്കിങ്ങിന് വേണ്ടി മാത്രം അങ്ങനെ വെള്ളം കൊണ്ടുവരും. ഓക്കെ, എങ്ങോട്ടാ പോണ് കുഞ്ഞു? നമ്മളെങ്ങോട്ടാ പോണ്? അപ്പം ഞങ്ങൾ വല്യമ്മയുടെ വീട്ടിലേക്കാണ് പോകുന്നത്, കുറ്റിപ്പുറം. വല്യമ്മയുടെ മോൻ നാട്ടിൽ ലീവിന് വരുമ്പോൾ ഞങ്ങൾ അങ്ങോട്ട് കുഞ്ഞുന്റെ റാബിറ്റിന്റെ ചെവി ആരാ കൊണ്ടുപോയി? എന്താ അമ്മ ക്ഷീണായോ? കുഞ്ഞങ്ങടെ എത്തിയില്ലേ? കുഞ്ഞതാ ഇതാണ് ഞങ്ങളുടെ അമ്മമ്മ, എൻ്റെ അമ്മയുടെ അമ്മ. ആള് റംബുട്ടാൻ കഴിക്കുമ്പോൾ ഇങ്ങനെ ഓരോന്ന് ചോദിക്കുന്നുണ്ട്. തണുപ്പുണ്ട് അല്ലേ? ആരെ പറ്റി കുറ്റം പറയണ? സത്യം പറഞ്ഞു. അത് വേണ്ട, അത് വേറെ. എന്താ അമ്മ? അമ്മ ഇന്ന് എന്താണ് ഇവിടെ വന്നിട്ടുള്ള വിശേഷം പറ. എന്നിട്ട് അമ്മക്ക് എന്ത് തോന്നുന്നു? എങ്ങനെയുണ്ട് ഇന്നത്തെ യാത്ര? അന്ന് 2 റീൽസ്, അടിപൊളി യാത്രയായിരുന്നു. റീൽസ് ഒക്കെ ചെയ്യാൻ പറ്റില്ലേ? റംബൂട്ടാൻ കഴിച്ചു. ഒന്നും ചെയ്യാൻ പറ്റുന്ന വിചാരിച്ചല്ല നമ്മളല്ലേ. പക്ഷേ മഴ അധികം ഇല്ലാത്തോണ്ട് രക്ഷപ്പെട്ടു. ക്യാമറമാൻ എന്താ പറയാ? ക്യാമറമാൻ എന്താ പറയാ? ഒന്നും പറയല, ക്യാമറ മാറ്റിയെങ്കിൽ സന്തോഷം. അല്ല, ഞങ്ങള് വന്നിട്ട് സന്തോഷായ? അങ്ങനെ നമ്മുടെ മെയിൻ പരിപാടി തുടങ്ങി. അപ്പോൾ ആദ്യം കുട്ടികൾക്ക് ഫുഡ് കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഞങ്ങളുടെ ഫാമിലിയിലെ ബിരിയാണി സ്പെഷ്യലിസ്റ്റ് ആണ് ഗീത ചേച്ചി. എങ്ങനെയുണ്ട് ബിരിയാണി? എങ്ങനെയുണ്ട്? അങ്ങനെ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞപ്പോൾ അവരുടെ ചാലിൽ നല്ല മീനുകളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം അഞ്ജുവിനൊരു മോഹം, കുട്ടികൾക്ക് അത് പിടിച്ചു കൊടുക്കാന്ന്. എവിടെ? അഞ്ജുവിന് ഒരു മീനും കിട്ടാതെ അവള് പിന്മാറിയതിന് ശേഷം വേറെ ഒരാൾ ഇറങ്ങിയിട്ടുണ്ട്. ഹരിമാമയ്ക്ക് അറിയോ? മീനെങ്കിലും പിടിക്കാൻ അറിയോ?
ഹരിയേട്ടൻ സോറി. ഞങ്ങള് സ്ലേറ്റിലൊക്കെ ഉപയോഗിച്ചിരുന്ന മഷിത്തണ്ട് എന്ന് പറയണത് ഇതായിരുന്നു കേട്ടോ. അയ്യോ പേടിയാ, ഒരു കുഞ്ഞു കുട്ടി കളിക്കാൻ. ഇവിടെ ഒരു മുത്തശ്ശി ഉണ്ട് കേട്ടോ, നമുക്ക് കാണാം. ഞങ്ങളുടെ അച്ഛൻ്റെ അമ്മയാണ് കേട്ടോ, അച്ഛമ്മ. ഇത് ഞങ്ങളുടെ അമ്മായി. അമ്മായി ഒരു ഹായ് പറയും. അങ്ങനെ വീണ്ടും ചായ കുടി. ഇന്ന് ഫുള്ള് ചായ കുടിയാണ്, തീറ്റകൾ ഫുള്ള്. ഇനി നമുക്ക് അമ്മായിയുടെ ചെടികളൊക്കെ ഒന്ന് കാണാം കേട്ടോ. വല്യമ്മയൊക്കെ അവിടെ ഇറങ്ങി കേട്ടോ. പിന്നെ അമ്മമ്മയുടെ വീടിൻ്റെ അടുത്താണ് അഞ്ചുൻ്റെ വീട്. അപ്പോൾ അവരവിടെ ഇറങ്ങി. എന്നിട്ട് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോന്നു കേട്ടോ. വീട്ടിലെത്തി ഫ്രഷായിട്ട് പിന്നെ കുറച്ച് പണിയൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ കഴിഞ്ഞ് പിന്നെ നമുക്ക് ഫുഡൊന്നും ഉണ്ടാക്കേണ്ടി വന്നില്ല കേട്ടോ. അച്ഛൻ പറഞ്ഞു ഇനിയിപ്പോൾ ഒന്നും ഉണ്ടാക്കൊന്നും വേണ്ട. അങ്ങനെ അച്ഛൻ പുറത്തുനിന്ന് പൊറോട്ടയും ബീഫൊക്കെ കൊണ്ടുവന്നു. അപ്പോൾ ഞങ്ങളതൊക്കെ കഴിച്ചിട്ട് വേഗം ഉറങ്ങണം. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പം ലൈക്ക് ചെയ്യാനും കമൻ്റ് ഇടാനും മറക്കരുത് കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ. അപ്പൊ നമ്മള് കിടക്കാൻ പോവാണ്. സോ ഈ വീഡിയോ ഇവിടെ വെച്ചിട്ട് എന്ത് ചെയ്യാണ്